സംഭാഷണത്തിന്റെ ഒരു തുടർച്ച എനിക്കൊരു സംശയമുള്ളത് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. യുവമോർച്ചയുടെ ആ പ്രകടനത്തിൽ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഈ സംഭാഷണം നമ്മൾക്ക് തുടരാം. ഈ പശുവിന്റെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രതിഷേധിക്കുന്നത്. പക്ഷേ ആ പശു എന്ത് പിഴച്ചു എന്നുള്ള ചോദ്യം വരാം. മൃഗസ്നേഹികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോഴി എന്നുള്ള ആരോപണം ഉയർന്ന സമയത്ത് മഹിളാ മോർച്ച പ്രവർത്തകർ അതുപോലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് തോന്നുന്നു, അവർ പാലക്കാട് കോഴികളെയും കൊണ്ടുവന്ന് പ്രതിഷേധിച്ചിരുന്നു. മര്യാദയ്ക്ക് എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് എന്തെങ്കിലും അരിക്കഷ്ണം തിന്ന് ജീവിക്കേണ്ടിയിരുന്ന കോഴികളെ പിടിച്ചുകൊണ്ടുവന്ന് വെയിലത്ത് സമരം ചെയ്യുകയും ഒന്നും തള്ളിലും ഇടയിൽപ്പെട്ട് പാവപ്പെട്ട കോഴികൾക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ രീതിയിലുള്ള മൃഗസ്നേഹികളുടെ വാക്കുകൾ വന്നിരുന്നു. ഇവിടെ VD സതീശന്റെ വിത്തുകാള എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവമോർച്ച പ്രവർത്തകർ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് ഒരു പശുവിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ആ പശുവിന്റെ നെറ്റിപ്പട്ടം കെട്ടേണ്ട സ്ഥലത്ത് പകരം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഒക്കെ പ്രകടനം നടത്തുന്നു. ഡി ബിനോയ്, നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് CPIന് ഒരു ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വേരുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമയത്ത് അത് MLAയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാവട്ടെ അല്ലാതെ ആവട്ടെ അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ CPIM ഉണ്ട്, ഭരണകക്ഷി എന്നുള്ളതിലേക്ക് അങ്ങനെ വരുത്താൻ കഴിയും. ആ കാര്യങ്ങളുടെയൊക്കെ നെടുനായകത്വവും അതിൻ്റെ പിന്നിലുള്ള ആൾ താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്ത് തോന്നുന്നു? തീർച്ചയായും ഞാൻ ആ പ്രതിഷേധ മാർച്ചിന്റെ കാര്യങ്ങൾ ഒരു നിമിഷം ഒന്ന് പറഞ്ഞോട്ടെ. ഇത് ഒരു കാളയാണ് അവിടേക്ക് കൊണ്ടുവന്നത്. അതെ, ഞാനും അത് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു കാളയെയും പശുവിനെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണോ ഈ വാർത്താ അവതാരകൻ എന്ന് പ്രേക്ഷകർ ചോദിക്കും. എന്തായാലും പെട്ടെന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ, സൂചിപ്പിച്ചോളൂ. അപ്പൊ അതെ, ആ കാളയാണ്. കാളയായിട്ട് അതിന്റെ മുഖത്ത് പതിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രമാണ്. ഒപ്പം കാളയുടെ മൂക്കുകയറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഷാഫി പറമ്പലിന്റെ മുഖചിത്രം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുഖം വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു കാളയും ഒപ്പം കാളയോടൊപ്പമുള്ള ഒരു ആളും. അപ്പം നമ്മൾ മലയാളത്തിൽ പറയും കാളയും കാളക്കാരൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു വലിയ കാളയാണ്. ഈ കാളയെ കുറിച്ചുള്ള ഈ വാക്ക് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് VS അച്യുതാനന്ദന്റെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണം എനിക്ക് ഓർമ്മ വരികയാണ്. പശു ഇവരുടെ അമ്മയാണ് എന്ന് പറയുന്നു, എങ്കിൽ കാളയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമുണ്ട്. തുടർന്നോളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു കാളയാണ് ഇപ്പൊ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ അവർ ഉന്നയിക്കുന്ന ഒരു രസകരമായ കാര്യമാണ് ഈ VD സതീശന്റെ വിത്തുകാള എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു നമ്മുടെ സാധാരണഗതിയിൽ ഈ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആളുകളെ കളിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നാട്ടിൻപുറത്തെ പ്രയോഗമാണ് ഈ വിത്തുകാള എന്ന് പറയുന്ന പ്രയോഗം. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും അങ്ങനെ ഒരു വിത്തുകാളയായി സങ്കല്പിച്ചുകൊണ്ടാണ് ഈ കാളയെ മുഖത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രമൊക്കെ പതിപ്പിച്ച് അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഇയാളെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു മാർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കോഴിയായിരുന്നു, ഇപ്പൊ കാളയായി. ഈ വീണ്ടും ഓരോ ദിവസങ്ങളിലും വേറെ മൃഗങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഇവരുടെ പ്രതിഷേധ പരിപാടികളിൽ. MS ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. കാരണം ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. കാരണം അവിടെ ഇപ്പോൾ നേരത്തെ തന്നെ പറയാവുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. BJPയിൽ നിന്നും ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തണം എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്നു. ആ നിർദ്ദേശം അതേപടി പാലിച്ച് നടപ്പിലാക്കാൻ ഒരു നീക്കം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ വരികയും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യവും വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു നാഥനില്ലാ കളരിയായി ഇപ്പോൾ ഈ പാലക്കാട് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം MLA ഉണ്ട്, MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. എന്നാൽ MLAക്ക് മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ പരിമിതികളുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. നിയമസഭയിൽ പോയി തന്റെ നാടിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ കഴിയില്ല. പിന്നെ ആരോട് ഇത് പറയും? ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പാലക്കാട് MLAക്ക് ഉണ്ട്, അല്ലെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ട് എന്ന് പറയാൻ കഴിയും. അത് ഒരു പരിധി വരെ ഒരു വല്ലാത്ത തിരിച്ചടിയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. MS അക്ഷരാഭ്യാസമുള്ള ആരും ഈ പാർട്ടിയില്ലേ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സന്ദേശം എന്നുള്ള സിനിമയിൽ അതേപോലെയുള്ള ഒരു സംശയം ഇപ്പോൾ ഉയരുകയാണ്. ഈ ബോർഡിൽ ഒരു അക്ഷരത്തെറ്റുണ്ട്. ഇപ്പോൾ BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ കൈവശപ്പെടുത്തി നിൽക്കുന്ന ആ ഫ്ലക്സിൽ ഒരു അക്ഷരത്തെറ്റുള്ള കാര്യം ശ്രദ്ധിപ്പിക്കട്ടെ. വിത്ത് കാള എന്നല്ല വേണ്ടത്, വിത്തുകാള. അതായത് വിത്ത് കഴിഞ്ഞിട്ട് വിത്തിൻ്റെ മുകളിൽ ചന്ദ്രക്കലയല്ല വേണ്ടത്, വിത്തുകാള എന്നുള്ള ഒറ്റ വാക്കാണ് വേണ്ടത്. അത് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ VD സതീശൻ്റെ വിത്ത് പിന്നെ കാള എന്നുള്ള രീതിയിലുള്ള അർത്ഥമേ അത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. വിത്തുകാള എന്ന ഒറ്റ വാക്കായിട്ട്
ചന്ദ്രക്കല ഒഴിവാക്കിയിട്ട് വിത്തുകാള എന്നുള്ള വാക്ക് വേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, വിത്തുകാള എന്നുള്ള ആ പ്രയോഗം രാഷ്ട്രീയമായിട്ടുള്ളൊരു ശരിയാണോ എന്നുകൂടി സംശയമുണ്ട്. വിത്തുകാള എന്ന് പറയുന്നത് അതിൻ്റെ ദൗത്യം ചെയ്യുന്നു, അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഒരു വിത്തുകാളയെ ഒരാൾ വളർത്തി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമ അതുമായി കൊണ്ടുപോയി ചെല്ലുന്ന ഇടങ്ങളിൽ അത് അതിൻ്റെ ദൗത്യം നിറവേറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യത്തിൽ അതല്ല. അത് സ്വയമേവ അതിൻ്റെ തൃഷ്ണ കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഉപമ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. വി.ഡി. സതീശൻ്റെ വിത്തുകാള, വി എന്ന വാക്കുകൾ ആവർത്തിക്കുന്നതിൽ പ്രാസഭംഗിയുണ്ട്. എങ്കിൽ പോലും അതിനകത്ത് ലക്ഷ്യമാക്കുന്ന ഒരു സന്ദേശം നയിക്കപ്പെടുമോ എന്നുള്ളത് അവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഡി ബിനോ, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയല്ലാതെ മറ്റൊന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് BJP ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി ഈ നിമിഷങ്ങൾക്കകം, മണിക്കൂറുകൾക്കകം രംഗപ്രവേശം ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഈ രാജി ആഗ്രഹിച്ചത്, MLA പദവിയിൽ നിന്നുള്ള രാജി ആഗ്രഹിച്ചത്. CPM പോലും ആ രാജി ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരുമായിരിക്കും. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും അധികം ഇരയെ പിടിച്ച് വിജയാഹ്ലാദത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പുലർത്തിയിരുന്നതും BJP തന്നെയാണ്. അതുകൊണ്ട് ഈ രാജി, MLA പദവിയിൽ നിന്നുള്ള രാജി ഇല്ലാത്തത് ഏറ്റവും കൂടുതൽ നിരാശരാക്കിയിട്ടുണ്ടാവുക BJP ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ഈ രീതിയിൽ ഈ നിമിഷം മുതൽ ഇതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ പോകുന്നില്ല, മറിച്ച് രാജി തന്നെയാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്ക് പോകുന്നതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 2 ടേമുകളിലായി 2ാം സ്ഥാനത്താണ് BJP പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. മാത്രവുമല്ല BJPക്ക് അനുകൂലവും BJPക്ക് നല്ല വളക്കൂറുമുള്ള ഒരു മേഖലയാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ ആദ്യഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ വ്യത്യാസത്തിലായിരുന്നെങ്കിൽ ഇത്തവണയാണ് 11,000 വോട്ടിന്റെ മേൽക്കൈ നേടാൻ കഴിഞ്ഞത്. അതിൽ ചില അതിലേക്ക് വരാം. ആ പറഞ്ഞ കാര്യം ഓർത്തു വെക്കുക, കണക്കുകളൊന്ന് ഓർത്തു വെക്കുക. ഇവിടെ യുവമോർച്ച പ്രവർത്തകർ ഈ വിത്തുകളെയും കൂട്ടിക്കൊണ്ടത് എന്താണ് പറയുന്നത് നോക്കാം. അവർ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം മര്യാദവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഷാഫി പറമ്പലും വി.ഡി. സതീശനും ഇവിടെ വന്ന് പറഞ്ഞത് ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുന്നു എന്നാണ്. ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ MLA സ്ഥാനത്ത് എന്തിന് തുടരണം എന്ന ചോദ്യമാണ് യുവമോർച്ച ഇവിടെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത്, പൊതുസമൂഹം ചോദിച്ചുകൊണ്ടേയിരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിങ്ങൾക്ക് ഒരു പരാതിയുടെയും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കാരണം പ്രമുഖരായ കോൺഗ്രസിന്റെ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ആദരണീയരായ നേതാക്കൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കോൺഗ്രസിനുള്ളിൽ കൊണ്ടു നടക്കുന്നത് ഈ നാടിന് അപകടമാണ് എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അവരുടെ എല്ലാം ബിസിനസ് പാർട്ണറായിട്ടുള്ള ഷാഫി പറമ്പിനെ പോലുള്ളവരെ മാറ്റി നിർത്താൻ പറ്റാത്ത ഗതികേടിലെത്തിയ കോൺഗ്രസിന്റെ നേതൃത്വം വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ ചേർത്ത് പിടിക്കാൻ ചില പ്രൊപ്പഗാൻഡകളിലൂടെയും നാടകങ്ങളിലൂടെയും ഒക്കെ പുതിയൊരു രീതി നടപ്പിലാക്കിയിരിക്കുകയാണ്, പുതിയൊരു കാര്യം നടപ്പിലാക്കിയിരിക്കുകയാണ്. എന്താണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഡി ബിനോയ്, BJPയെ സംബന്ധിച്ചിട്ട് ഈ ഒരു രാജി അത്രമേൽ ആവശ്യം ഉള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. ഡി ബിനോയ്, പറഞ്ഞോളൂ. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം BJPക്ക് വലിയ വളക്കൂറുള്ള ഒരു സ്ഥലമാണ് ഈ പാലക്കാട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം മത സാമുദായിക സംഘടനകൾ വലിയ തോതിൽ കോൺഗ്രസിനെ പിന്തുണച്ചു ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ഈ 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ നേടാൻ കഴിഞ്ഞു. കാരണം അവർ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ കാര്യമായ മുന്നേറ്റം BJPക്ക് നേടാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല BJPക്ക് അകത്ത് നിലനിന്നിരുന്ന ഒരു വിഭാഗീയത കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രധാന വിഭാഗീയത എന്ന് പറയുമ്പോഴേക്കും ഈ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിനെതിരെയുള്ള ഒരു വിമർശനം BJPയുടെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നതായിരുന്നു അവിടുത്തെ ഒരു പ്രതിസന്ധി. അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയുള്ള ഒരു പ്രതിസന്ധി നിലനിന്നത് കൊണ്ടും ഒപ്പം സാമുദായിക സംഘടനകൾ കോൺഗ്രസിനൊപ്പം ചേർന്നതുമൊക്കെയാണ് ഇവർക്കൊരു സാധ്യത നഷ്ടപ്പെട്ടതും ഒപ്പം ഇവരുടെ 11,000 എന്ന് പറയുന്ന അല്ലെങ്കിൽ 11,000 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും. അതിന് മുമ്പൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം നേടി അവിടുന്ന് കോൺഗ്രസ് ജയിച്ചിട്ടില്ല. ഷാഫി പറമ്പിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയൊക്കെയാണ്. എന്തായാലും
ഈ സ്ഥലങ്ങളിൽ ഏകദേശം ഈ നഗരസഭയും 5 പഞ്ചായത്തുകളും ചേരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ബൈ-ഇലക്ഷൻ നേട്ടം. അതേസമയം ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് BJP അവരുടെ സർവ്വ തന്ത്രങ്ങളും ഉപയോഗിക്കും. അത്തരത്തിൽ അവിടെ ഒരു വലിയ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതെങ്കിലും കാരണവശാൽ കൈവിട്ട് പോയാൽ, ഇത് കൈവിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് BJPക്ക് വലിയ നേട്ടമായിരിക്കും. CPIM-ന് കോട്ടമുണ്ടാകും, പാർട്ടിക്ക് വലിയ കോട്ടമുണ്ടാകും. ഒപ്പം കോൺഗ്രസിനും UDF-നും വലിയ നഷ്ടമുണ്ടാകും. കാരണം BJP ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു നാണക്കേടായി മാറും. ആ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് തൽക്കാലം സസ്പെൻഡ് ചെയ്ത് നിർത്തുക. അപ്പോൾ MLA ഉണ്ടോ? ഉണ്ട്. MLA ഇല്ല. ഇങ്ങനെ പറയാൻ കഴിയും. അതെ, അതിൽ കോൺഗ്രസിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, UDF-ന് കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ആ മണ്ഡലത്തിലുടനീളം നടത്തുക എന്നുള്ളതാണ്. MLA-യെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ആ MLA തുടരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇവിടെയുണ്ട്, ഈ മണ്ഡലത്തിലുടനീളം ഞങ്ങൾ ഇവിടെയുണ്ട്, നിങ്ങൾ അനാഥരായി എന്ന് വിചാരിക്കരുത് എന്ന് മാത്രമല്ല, UDF-ലുള്ള എല്ലാവരും നിങ്ങളുടെ MLA-മാരാണെന്ന് കരുതണം എന്ന് പറഞ്ഞുകൊണ്ട് UDF-ലെ എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തുകയും അതിന്റെ തുടർച്ച ഉണ്ടാക്കുകയും ചെയ്താൽ ഒരു പക്ഷേ UDF-ന് ഈ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലേ? തീർച്ചയായും. പക്ഷേ എങ്കിൽ തന്നെയും അതൊരു BJP ശക്തി കേന്ദ്രമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ തന്നെയും BJP ഇപ്പോൾ നടത്തുന്ന പ്രചരണ പരിപാടി നമ്മൾ ഇപ്പോൾ തന്നെ കാണുന്നില്ല. വ്യത്യസ്തമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആദ്യം കോഴിയുമായി ഇറങ്ങിയത് പാലക്കാടായിരുന്നു, പിന്നീട് തൊട്ടിലുമായി തൃശ്ശൂരിൽ, ഇപ്പൊ വിത്തുകളയുമായി തിരുവനന്തപുരത്ത്. അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ കോൺഗ്രസിനെ പരമാവധി എന്താ പറയാ, വല്ലാതെ വഷളന്മാരായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കൊക്കെയാണ് BJP-യുടെ നീക്കം. അതായത് എങ്ങനെയൊക്കെ അവഹേളിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം അവഹേളിക്കുന്ന തരത്തിൽ സമര പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് BJP-ക്കും യുവമോർച്ചയ്ക്കും മഹിളാ മോർച്ചയ്ക്കും ഉള്ളത്. അതുകൊണ്ട് പരമാവധി നേട്ടം കൊയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും ഇവർക്കുണ്ട്. എന്തായാലും ഈ BJP-യുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചനകളും. അത്തരത്തിലൊരു നീക്കം തന്നെ അവർ തുടരുകയും ചെയ്യും. കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഈ പാലക്കാട് നഗരസഭ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ആ ജില്ലയിലെ കൂടുതൽ പഞ്ചായത്തുകളൊപ്പം പിടിച്ചു നിർത്തണം എന്നൊരു ആഗ്രഹം കൂടി അവിടുത്തെ നേതാക്കന്മാർക്കുണ്ട്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ചയോടുകൂടി തന്നെ അത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് ഉണ്ടാകും. ഒപ്പം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും BJP സംഘടിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം CPIM-ഉം DYFI-യും ഒക്കെ അവരുടെ പ്രതിഷേധം മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം അവരും തുടരും എന്നുള്ളത് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം അതിന്റെ ഒരു ചെറിയൊരു ഇതാണ്, അല്ലെങ്കിൽ തെളിവാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് ശ്രീകൃഷ്ണപുരത്ത് നടന്ന PK ശ്രീകണ്ഠനെതിരെ നടന്ന ആ പ്രതിഷേധം. അപ്പോൾ അത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ DYFI-യുടെയും ഒപ്പം CPIM-ന്റെ ഒക്കെ നീക്കം. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരും എന്നുള്ളത് ഉറപ്പാണ് MLA-ക്കെതിരെ. കാരണം ഇനി വരാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം